ക്ഷേമ പെൻഷന് 3000 രൂപയാക്കുന്നതില് കാലതാമസമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്. പെൻഷന് മുടങ്ങാതിരിക്കാന് എല്ലാ നടപടിയും സ്വീകരിക്കും. 3000 രൂപയാക്കുമെന്ന വാഗ്ദാനം വൈകാതെ നടപ്പാക്കും. 1600 നിന്ന് 2000 രൂപയാക്കാന് എൽ.ഡി.എഫ്. സർക്കാർ എടുത്ത 4.25 കൊല്ലത്തെ കാലതാമസം ഇവിടെയുണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാല് അനർഹരായ ചിലര് പെൻഷന് വാങ്ങുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ലോസ് ഏഞ്ചലസില് ഉള്ളയാള് വിളിച്ച് പരാതി പറഞ്ഞതായി ഉദ്യോഗസ്ഥര് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സഭയില് പറഞ്ഞത്. മുടങ്ങാതെ പെൻഷന് വിതരണം ചെയ്യാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുവരുന്നത്. ഈ മാസത്തെ ക്ഷേമ പെൻഷന് 24-ാം തീയതി മുതൽ വിതരണം ചെയ്യും വി.ഡി. സതീശന് പറഞ്ഞു. എന്നാല് പെൻഷന് സംബന്ധിച്ച് ലോസ് ഏഞ്ചലസില് ഉള്ളയാള് വിളിച്ച് പരാതി പറഞ്ഞെന്ന പ്രസ്താവന പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ലോസ് ഏഞ്ചലസില് പോയയാള് പെൻഷന് വാങ്ങുന്ന അമ്മയുടെ മകനായിരിക്കും. അമ്മ മകന്റെ സംരക്ഷണത്തിലായിരിക്കില്ല. മകൻ അവിടെ കഴിയുന്നതിനാൽ അവിടെ പോയതാകും. അതൊരു അയോഗ്യതയായി കണക്കാക്കുന്നത് ശരിയാകുമോയെന്ന് സംശയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാല് നല്ല വരുമാനമുള്ള കുടുംബത്തിലെയാൾക്ക് പെൻഷന് കിട്ടുമ്പോൾ തീരെ വരുമാനമില്ലാത്ത കുടുംബത്തിലെയാൾക്ക് കിട്ടാതെ പോകുന്നുവെന്നും ഇത് ഗൗരവമായി കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ പെൻഷന് നിശ്ചയിച്ച സമയത്ത് അവര് പെൻഷന് അർഹരായിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയില് മാറ്റം വരികയും വീടിന് വരുമാനമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. സേവിക്കുന്നതുകൊണ്ട് മാത്രം പെൻഷന് ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. ആരെയും ഒഴിവാക്കാനില്ല. അർഹരായ ആളുകളെ അകത്തു കയറ്റണം. പറഞ്ഞതിനെ ഗൗരവമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷന് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ഭാഗമല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സർക്കാര് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഫെബ്രുവരിയില് കൊടുത്തു തുടങ്ങിയതാണ് സ്ത്രീ സുരക്ഷാ പെൻഷന്. അത് സംബന്ധിച്ച് ഈ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. എടുത്തിട്ടറിയിക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.